നോവിൻ്റെ കനലുകൾ ഉള്ളിൽ എരിയുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രതിഷ്ഠിച്ച രണ്ട് ദൈവങ്ങളുണ്ട്. അതാരാണെന്നറിയോ? നമ്മൾ മുകളിലേക്ക് കാണുന്ന ദൈവമല്ല. നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ സ്വന്തം അച്ഛനും അമ്മയുമാണ്. അവരാണ് നമ്മൾ കൺമുമ്പിലെ കണ്ട ദൈവം. അതിനുശേഷമാണ് നമ്മൾ പ്രപഞ്ച ദൈവങ്ങളെ നമ്മൾ കാണേണ്ടത്. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛനും അമ്മയുമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഉമ്മ സ്വന്തം മക്കൾ റോഡരികിലേക്ക് തള്ളിവിട്ട ഒരു സംഭവം. ആ ഉമ്മയ്ക്ക് നീച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതിലൊരുപാട് കമൻറ്റുകൾ വന്നത് എന്താണെന്നറിയോ? ആ ഉമ്മ ബുദ്ധി കുറച്ച് കുറവുണ്ട്, ആ ഉമ്മ ഇറങ്ങി വന്നതാണ്, അറിയാതെ ആരും കാണാതെ ഇറങ്ങി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും അല്ല. ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് നീച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് റോഡരികിലുള്ള ആളുകൾ, സ്വന്തവും ബന്ധവും അല്ലാത്ത ആളുകളാണ് ആ ഉമ്മയെ പിടിച്ച് കൈകളിൽ പിടിച്ച് കരകയറ്റുന്നത്, ആ ഉമ്മയെ നല്ലൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അത് നമ്മുടെ സ്വന്തവും ബന്ധവുമായിട്ടല്ല, സ്വന്തക്കാർക്ക് വേണ്ടെങ്കിലും നമ്മുടെ നാലുപുറമുള്ള സ്നേഹിക്കാൻ കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ ഏറ്റെടുക്കും ഇതുപോലുള്ള ഉമ്മമാരെയൊക്കെ. സ്വന്തം മക്കൾക്ക് വേണ്ടാത്ത അച്ഛനെയും അമ്മയും ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അത് എങ്ങനെയറിയോ? മനസ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ കളങ്കമില്ലാത്ത സ്നേഹമുള്ള ആളുകൾക്ക് നമുക്ക് എല്ലാവരും അച്ഛനും അമ്മയാണ്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ആ ഉമ്മാനെ ഒരു കൊച്ചുമോനും ഒരു അത്യാവശ്യം പ്രായമായ ഇക്കയും കൂടിയിട്ടാണ് ആ ഉമ്മാനെ ആ റോഡരികിൽ നിന്നും, ആ ഉമ്മ പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കുമെന്ന്. അപ്പോൾ ഉമ്മാക്ക് ഒരു സംഭവമില്ല, ഒരു കേടും ഉമ്മാക്കില്ല. പക്ഷേ നടക്കാൻ പോലും ഉമ്മക്ക് പറ്റുന്നില്ല. ആ ഉമ്മ ഇങ്ങനെ ബുദ്ധി ഇല്ലാതെ വീട്ടിൽ നിന്ന് ആരും കാണാതെ ഇറങ്ങി വന്നതാന്ന് പറയാം? ഒരിക്കലുമല്ല. അപ്പോൾ ഇതുപോലെയുള്ള ഉമ്മമാരെയൊന്നും ഒരിക്കലും, ഉമ്മമാരെ എന്നല്ല, നമ്മുടെ സ്വന്തവും ബന്ധവും ആരെയും ഇതുപോലെ റോഡരികിലേക്ക് തള്ളിവിടരുത്. റോഡരികിലേക്ക് ആരും തള്ളിവിടരുത്. കാരണം പൊറുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മുടെ കൺകണ്ട ദൈവമാണ്. അതിനപ്പുറം ഒരു ദൈവം ഇന്നില്ല. അവരാണ് യഥാർത്ഥ ദൈവം. അപ്പോൾ എല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്വന്തമായി നന്നായിട്ട് സ്നേഹിക്കുക.